വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി ജോഗ്രഫി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കൺസ്യൂമർ കോടതികളെ പറ്റിയിട്ടാണ്, കൺസ്യൂമർ കോർട്സിനെ പറ്റിയിട്ടാണ്. 1986 നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം രണ്ട് കാര്യങ്ങളാണ് വന്നിട്ടുണ്ടായിരുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ നിയമത്തിൽ പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വാട്ട് ആർ ദ റൈറ്റ്സ് ഓഫ് കൺസ്യൂമർ എന്നുള്ളത് ഡിഫൈൻ ചെയ്തിരിക്കുന്നു. അതായത് കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നിർവചിച്ചിരിക്കുന്നു, ഡിഫൈൻ ചെയ്തിരിക്കുന്നു. പിന്നെ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഒരു സ്പെഷ്യൽ ജുഡീഷ്യറി സിസ്റ്റം കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ട് മാത്രം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ സ്പെഷ്യൽ ജുഡീഷ്യറി സിസ്റ്റമാണ് ഏതെന്ന് പറയുന്നത്, കൺസ്യൂമർ കോർട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഹിസ്റ്ററി ഓഫ് കൺസ്യൂമർ കോർട്സ് ഇവിടെ കാണാം. ഹിസ്റ്ററി ഓഫ് കൺസ്യൂമർ കോർട്സ് ബിഗിൻസ് വിത്ത് ദ ഇനാക്ട്മെൻറ്റ് ഓഫ് ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഇൻ ഇന്ത്യ ഇൻ 1986. 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നതോടു കൂടിയിട്ടാണ് നമ്മൾ എന്തിലേക്ക് കടക്കുന്നത്, കൺസ്യൂമർ കോടതികൾ എന്ന് പറയുന്ന ആശയത്തിലേക്ക് കടക്കുന്നത്. വിത്ത് ദിസ് കൺസ്യൂമർ കോർട്സ് വെർ എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് ട്രിബ്യൂണൽസ് വെർ ഫോംഡ് ഫോർ സ്പീഡി റെസൊല്യൂഷൻ ഓഫ് കംപ്ലയിൻറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് കൺസ്യൂമർ കോടതികൾ സ്ഥാപിതമാവുകയും പ്ലസ് വേറൊരു കാര്യം കൂടെ വന്നു, ട്രിബ്യൂണൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ് ട്രിബ്യൂണൽസ് എന്ന് പറഞ്ഞാൽ ചെറിയ തർക്ക പരിഹാര കേന്ദ്രങ്ങളെയാണ്. അതായത് ഗവൺമെൻറ്റിൻ്റെ തന്നെ തർക്കങ്ങൾ, ഏതെങ്കിലും വിഷയത്തിൽ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാൻ വേണ്ടി നിൽക്കുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ ട്രിബ്യൂണൽസ്, ജില്ലകളിലൊക്കെയാണ് അത് പ്രധാനമായിട്ടും കാണാറുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ കൺസ്യൂമർ ട്രിബ്യൂണൽസും ഉണ്ട്. അതായത് കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ട കോടതികളും അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിൻ്റെ പരാതികൾ കേൾക്കാനും പരിഹരിക്കാനും വേണ്ട ട്രിബ്യൂണൽസും ഈ നിയമത്തിൻ്റെ ഭാഗമായിട്ട് നിലവിൽ വന്നു, അല്ലെങ്കിൽ ഫോം ചെയ്തു. അത് എന്തിനു വേണ്ടിയിട്ടാണ്, ഫോർ സ്പീഡി റെസൊല്യൂഷൻ ഓഫ് കംപ്ലയിൻറ്റ്സ്. പരാതികൾ വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കുക എന്ന ഒരു ആവശ്യമായിരുന്നു അതിൻ്റെ പുറത്തുണ്ടായിരുന്നത്, സ്പീഡി റെസൊല്യൂഷൻ. നമ്മൾ സാധാരണ ഒരു കോടതിയിൽ പോവുകയാണെങ്കിൽ, നമുക്കൊരു കേസുമായി ബന്ധപ്പെട്ട് പോവുകയാണെങ്കിൽ നമുക്കതിന് ഒരുപാട് സമയമെടുക്കും. ഒരു വക്കീലിനെ വേണം, പിന്നെ കേസ് വിളിക്കണം, കേസ് വിളിക്കുന്ന തീയതിയിൽ പോകണം, പിന്നെ അത് കേസ് മാറ്റിവെച്ചു, അതിൻ്റെ വിധി വരണമെങ്കിൽ തന്നെ വർഷങ്ങൾ ഒരുപാട് എടുക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പരാതിക്ക് പരിഹാരം ഉണ്ടാകുന്നു. കാര്യം ഈ കോടതികൾ അല്ലെങ്കിൽ ഈ ട്രിബ്യൂണൽസ് കൺസ്യൂമേഴ്സിൻ്റെ പ്രശ്നങ്ങൾ മാത്രമാണ് കേൾക്കുന്നത്. മറ്റ് സാധാരണ കോടതികളാണെങ്കിൽ അവിടെ പല വിധത്തിലുള്ള കേസുകളാണ് ഉണ്ടായിരിക്കുക. കൺസ്യൂമർ കോർട്സ് ആർ ഡിപ്ലോയിഡ് അറ്റ് 3 levels. വെരി ഇമ്പോർട്ടൻറ്റ്, പരീക്ഷയ്ക്ക് ചോദിക്കും. കൺസ്യൂമർ കോടതികൾ 3 ലെവലുകളിലാണ്, 3 തട്ടുകളിലായിട്ടാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ താഴെ നിന്ന് മേലോട്ടേക്ക് പഠിക്കാം. ഇവിടെ ആദ്യം വരുന്നത് ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റിഡ്രസൽ കമ്മീഷൻ. ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റിഡ്രസൽ കമ്മീഷൻ, അതായത് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. ഇത് പറയാൻ കിട്ടിയില്ലെങ്കിൽ ഡിസ്ട്രിക്ട് കൺസ്യൂമർ കോർട്സ് എന്ന് പറഞ്ഞാലും മതി, ഡിസ്ട്രിക്ട് കൺസ്യൂമർ കോർട്സ് എന്ന് പറഞ്ഞാലും മതി. ഇനി അതിൻ്റെ മേലെ നമുക്കുള്ളതാണ് ഏത്, സ്റ്റേറ്റ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റിഡ്രസൽ കമ്മീഷൻ, അതായത് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. ഇത് പറയാൻ കിട്ടിയില്ലെങ്കിൽ ഡിസ്ട്രിക്ട് കൺസ്യൂമർ കോർട്സ് എന്ന് പറഞ്ഞതുപോലെ തന്നെ സ്റ്റേറ്റ് കൺസ്യൂമർ കോർട്ട് എന്ന് പറഞ്ഞാൽ മതി. അതിൻ്റെ മുകളിലായിട്ട് വരുന്നതാണ് നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റിഡ്രസൽ കമ്മീഷൻ, ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. അത് പറയാൻ കിട്ടിയില്ലെങ്കിൽ നാഷണൽ കൺസ്യൂമർ കോർട്സ് എന്ന് എഴുതി വെച്ചാലും മതി. പരമാവധി ഈ പേര് പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെ ശ്രമിക്കുക. കാരണം ഇവിടെ ഇങ്ങനെ കമ്മീഷനുകളാണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കുക. ഗവൺമെൻറ് നിയമിക്കുന്നതിനെയാണ്, കോടതികളൊക്കെ നിയമിക്കുന്നതാണ് കമ്മീഷനുകൾ. അതിനൊരു അധ്യക്ഷനായിരിക്കും, ജഡ്ജ് അല്ല ഉണ്ടായിരിക്കുക. അതിൻ്റെ എല്ലാത്തിൻ്റെയും ടോപ്പിൽ നമുക്ക് അപ്പെക്സ് ആയിട്ട് ആരെ പറയാം, സുപ്രീം കോർട്ടിനെ പറയാം. സുപ്രീം കോർട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ നിലവിലുള്ള എല്ലാ നിയമ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ടോപ്പ് അല്ലെങ്കിൽ അപ്പെക്സ് എന്ന് പറയുന്നത് സുപ്രീം കോർട്ടാണ്. അപ്പോൾ എനിവേ ഈ 3 എണ്ണമാണ്, ഈ 3 ലെവലുകളിലാണ് എന്തുള്ളത്, കൺസ്യൂമർ കോർട്ടുകൾ ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റിഡ്രസൽ കമ്മീഷൻ നോക്കാം. ഇവിടെ നോക്കുന്നത് കേസസ് ഇൻവോൾവിങ് കോമ്പൻസേഷൻ അപ് ടു ₹1 crore. 1 കോടി രൂപ വരെയുള്ള കേസുകൾ, 1 കോടി രൂപ വരെയുള്ള പ്രശ്നങ്ങൾ കേൾക്കുന്ന സ്ഥലമാണ് ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റിഡ്രസൽ കമ്മീഷൻ.
അപ്പോൾ നിങ്ങൾക്ക് പരമാവധി 1 കോടി രൂപ വരെ കോമ്പൻസേഷൻ നഷ്ടപരിഹാരം ലഭിക്കുന്ന കേസുകളാണ് ഈ പറയുന്ന ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ പരിഹരിക്കുക. 1 കോടിക്കും 10 കോടിക്കും ഇടയിലാണെങ്കിൽ, 1 കോടിക്കും 1 crore to 10 crore ആണെങ്കിൽ അത്തരം കേസുകൾ, അതുമായി ബന്ധപ്പെട്ട കേസുകൾക്ക് കോമ്പൻസേഷൻ കൊടുക്കുകയും 1 കോടിക്കും 10 കോടി രൂപയ്ക്കും ഇടയിൽ കോമ്പൻസേഷൻ നഷ്ടപരിഹാരം കൊടുക്കുകയും അതുവരെയുള്ള കേസുകളുമാണെന്നുണ്ടെങ്കിൽ അത്തരം കേസുകൾ കേൾക്കുക സ്റ്റേറ്റ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റിഡ്രസൽ കമ്മീഷനാണ്. ഈ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യപ്പെടുന്നതാണ് കേട്ടോ. നമുക്ക് ഇത്ര പൈസയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ ഇത്രയും നഷ്ടപരിഹാരം ഈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ സർവീസ് വാങ്ങിച്ചതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഇത്രയും നഷ്ടപരിഹാരം വേണം എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നതാണ്. ഓക്കെ, ഇനി 10 കോടിയുടെ മേലെയാണെങ്കിൽ കോമ്പൻസേഷൻ എക്സീഡിങ് ₹10 crore, കേസസ് ഇൻവോൾവിങ് കോമ്പൻസേഷൻ എക്സീഡിങ് 10 crore, അതായത് 10 കോടി രൂപയുടെ മേലേക്ക് കോമ്പൻസേഷൻ എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, നഷ്ടപരിഹാരം ആവശ്യമുള്ള കേസുകളാണെങ്കിൽ അത്തരം കേസുകളെ നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റിഡ്രസൽ കമ്മീഷൻ അവരാണ് അത് പരിഹരിക്കുക. അപ്പം എല്ലാ ജില്ലകളിലും നമുക്കൊരു കൺസ്യൂമർ കോടതി കാണാം, അതായത് ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റിഡ്രസൽ കമ്മീഷൻ കാണാം എല്ലാ ജില്ലകളിലും. ആ ജില്ലകളിലൊക്കെ നമുക്ക് 1 കോടി വരെയുള്ള നഷ്ടപരിഹാരം, 1 കോടി വരെ കിട്ടാവുന്ന കേസുകളാണ് പരിഗണിക്കുക. നഷ്ടപരിഹാരം കോമ്പൻസേഷൻ 1 കോടിക്കും 10 കോടിൻ്റെ ഇടയിലാണെങ്കിൽ അത് ഓരോ സ്റ്റേറ്റിനും ഓരോ കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റിഡ്രസൽ കമ്മീഷൻസിലുണ്ട്, സ്റ്റേറ്റ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റിഡ്രസൽ കമ്മീഷൻസിലുണ്ട്, അവരാണ് അത് പരിഗണിക്കുക. അതിനു മേലെയാണെങ്കിൽ നമ്മുടെ നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റിഡ്രസൽ കമ്മീഷനാണ്, അതായത് 10 കോടി. ഇവിടുന്ന് നമുക്ക് അപ്പീൽ എടുത്തിട്ട് പോകാം, മേലേക്ക് സുപ്രീം കോടതിയിലേക്ക് വേണമെങ്കിൽ പോകാം. ഈ കേസുകളിലൊന്നും നമുക്കൊരു തൃപ്തികരമല്ലാത്ത കാര്യമാണ് കിട്ടിയതെങ്കിൽ നമ്മൾ ആദ്യം ജില്ലാ കോടതിയിൽ പോയി, കിട്ടിയില്ല, അപ്പം സ്റ്റേറ്റിൽ പോയി, അതിലും കിട്ടിയില്ല, നാഷണലിൽ പോയി, എന്നിട്ട് നമുക്ക് തൃപ്തി കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് സുപ്രീം കോടതിയിലേക്ക് പിന്നീട് പോകാവുന്ന കാര്യവും കൂടി ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. കൺസ്യൂമർ കോർട്സ് പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ ഇൻ്റർവെനിങ് ഇൻ കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് ആൻഡ് പ്രൊവൈഡിങ് ജസ്റ്റിസ് ഇൻക്ലൂഡിങ് റിഡ്രസൽ. അപ്പോൾ കൺസ്യൂമർ കോടതികൾ എന്താണ് ചെയ്യുന്നത്? പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ ഇൻ്റർവെനിങ് ഇൻ കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് ആൻഡ് പ്രൊവൈഡിങ് ജസ്റ്റിസ് ഇൻക്ലൂഡിങ് റിഡ്രസൽ. കൺസ്യൂമേഴ്സിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും തർക്കങ്ങളിൽ ഇടപെടുകയും അവർക്ക് നീതി ഉറപ്പാക്കുകയും ജസ്റ്റിസ് കൊടുക്കുകയും അതുപോലെ തന്നെ റിഡ്രസൽ, അതായത് അവർക്ക് പരിഹാരം, അതായത് നഷ്ടപരിഹാരം അടക്കമുള്ള അവർക്ക് നീതിയും പരിഹാരവും ഒക്കെ ഉറപ്പാക്കി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കൺസ്യൂമർ കോടതികൾ ചെയ്യുന്ന കാര്യം. ദർ ആർ ഓവർ 600 ഡിസ്ട്രിക്ട് ഫോറംസ് ആൻഡ് 35 സ്റ്റേറ്റ് കമ്മീഷൻസ് അക്രോസ് ഇന്ത്യ. ഇന്ത്യയിൽ 600-ലധികം ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റിഡ്രസൽ കമ്മീഷനുകളുണ്ട്. അതുപോലെ തന്നെ 35 സ്റ്റേറ്റ് കമ്മീഷൻസും ഉണ്ട് എന്നാണ് പറയുന്നത്. 35, നമുക്ക് 28 സംസ്ഥാനങ്ങളാണുള്ളത്. പക്ഷേ ചില സംസ്ഥാനങ്ങളുടെ വലുപ്പം വലിയ വലുപ്പമായതുകൊണ്ട് അപ്പോൾ ചില സംസ്ഥാനങ്ങളിൽ സ്റ്റേറ്റ് കൺസ്യൂമർ റിഡ്രസൽ കമ്മീഷൻ തന്നെ എത്ര ഉണ്ടായിരിക്കും? ഡിസ്പ്യൂട്ട്സ് റിഡ്രസൽ കമ്മീഷൻ തന്നെ 1-ലധികം ഉണ്ട്. അത്തരത്തിൽ മൊത്തത്തിൽ ഇന്ത്യയിൽ 600-ലധികം ഡിസ്ട്രിക്ട് കമ്മീഷനുകളും 35-ലധികം സ്റ്റേറ്റ് കമ്മീഷൻസുകളും ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓൾ ദ ടോപ്പ് ഓഫ് ഓൾ ദീസ് there is an apex body called the National Consumer Disputes Redressal Commission. എല്ലാത്തിൻ്റെയും മേലെ നമുക്കുള്ള ആളാരാണ്? NCDRC ആണ്. അതായത് ഡിസ്ട്രിക്ട് കമ്മീഷനുകൾക്കും സ്റ്റേറ്റ് കമ്മീഷനുകൾക്കൊക്കെ മേലെ ഏറ്റവും ടോപ്പിൽ കൺസ്യൂമേഴ്സിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു അപ്പെക്സ് ബോഡിയുണ്ട്. ആ അപ്പെക്സ് ബോഡിയുടെ പേരാണ് നമ്മൾ നേരത്തെ കണ്ട 10 കോടിയുടെ മേലേക്കുള്ള കേസുകൾ പരിഗണിക്കുന്ന നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റിഡ്രസൽ കമ്മീഷൻ, NCDRC എന്ന് നമ്മൾ ചുരുക്കപ്പേരിൽ അതിനെ വിളിക്കും. ഇൻ അഡീഷൻ ടു കൺസ്യൂമർ കോർട്സ് ദർ ആർ ഓൾസോ 3-tier അഡ്വൈസറി കമ്മിറ്റീസ്. ഓക്കെ, അപ്പോൾ നമുക്ക് കൺസ്യൂമർ കോടതികൾക്ക് പുറമെ നമുക്ക് എന്തുകൂടിയുണ്ട്? 3-tier അഡ്വൈസറി കമ്മിറ്റികൾ കൂടിയുണ്ട്. എന്താണ് അഡ്വൈസറി കമ്മിറ്റീസ് എന്ന് പറഞ്ഞാൽ? 3-tier എന്ന് പറഞ്ഞാൽ 3 ലെവലുകളിലായിട്ട് എന്നുള്ള അർത്ഥമാണ്. 3-tier എന്ന് പറഞ്ഞാൽ 3 ലെവലുകളിലായിട്ട്, 3 റാങ്കുകളിലായിട്ട് എന്നാണ്. അഡ്വൈസറി കമ്മിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഉപദേശക സമിതികൾ, അഡ്വൈസ് നൽകുന്നവർ. അഡ്വൈസ് ആർക്കാണ് കൊടുക്കുകയെന്നറിയോ? ഈ അഡ്വൈസറി കമ്മിറ്റികൾ അഡ്വൈസ് കൊടുക്കുക ആർക്ക് വേണ്ടിയിട്ടാണ്? ആർക്കാണ്? അതാത് ഭരണകൂടങ്ങൾക്ക്, അതായത് ജില്ലാ പഞ്ചായത്തുകൾക്കും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിനും ഒക്കെ എന്ത് കൊടുക്കലാണ്? ഉപദേശങ്ങൾ കൊടുക്കുക. കൺസ്യൂമേഴ്സ് റിലേറ്റഡ് ആയ പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാ ഭരണകൂടങ്ങൾക്കും എന്ത് കൊടുക്കണം? അഡ്വൈസസ്,
ഈ കൺസ്യൂമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അതായത് നമുക്ക് സാധാരണക്കാർക്ക് നൽകുന്നതല്ല, ഗവൺമെൻറ്റുകളെ ഉപദേശിക്കലാണ് ഇവരുടെ പരിപാടി. അങ്ങനെ 3 ലെവലിൽ നമുക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ കീഴിൽ നമുക്ക് കോടതികൾക്ക് പുറമെ അഡ്വൈസറി കമ്മിറ്റികൾ, 3 ടയർ അഡ്വൈസറി കമ്മിറ്റികൾ കൂടിയുണ്ട്. അത് ഏതൊക്കെയാണ്? ഡിസ്ട്രിക്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ, സ്റ്റേറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ, നാഷണൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ. നേരത്തെ നമ്മൾ കോടതികൾ കണ്ടപ്പോൾ എങ്ങനെയാണ്? ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റിഡ്രസൽ കമ്മീഷൻ, സ്റ്റേറ്റ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റിഡ്രസൽ കമ്മീഷൻ, നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റിഡ്രസൽ കമ്മീഷൻ, അങ്ങനെയാണ് കണ്ടതെങ്കിൽ ഇതെങ്ങനെയാണ്? ഡിസ്ട്രിക്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ, സ്റ്റേറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ, നാഷണൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ, ഇങ്ങനെ കൗൺസിലുകളാണ്. അപ്പോൾ ഇതെന്താണ് പ്രധാനമായിട്ടും? ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തന്നെയാണ്. കൺസ്യൂമേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ, കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ്സുകൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന് കീഴിൽ ഇവർ ഗവൺമെൻറ്റുകളെ അഡ്വൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഡിസ്ട്രിക്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ എന്താ ചെയ്യുക? ആ ജില്ലാ ഭരണകൂടത്തെ, ഡിസ്ട്രിക്ട് പഞ്ചായത്തിനെയും അവരുടെ കീഴിൽ വരുന്ന ബ്ലോക്ക് പഞ്ചായത്തുകളെയും അതിന് കീഴിൽ വരുന്ന സാധാരണ ലോക്കൽ ബോഡീസ് പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളെയൊക്കെ എന്ത് ചെയ്യും? ഡിസ്ട്രിക്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ കൺസ്യൂമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളിൽ ഉപദേശങ്ങൾ കൊടുക്കും. സ്റ്റേറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ എന്താ ചെയ്യുക? ഓരോ സംസ്ഥാന ഗവൺമെൻറ്റിനും, ഇപ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിൽ കേരളത്തിലെ സ്റ്റേറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിന് കൺസ്യൂമേഴ്സിൻ്റെ വിഷയങ്ങളിൽ എന്ത് ചെയ്യും? ഉപദേശങ്ങൾ കൊടുക്കും. നാഷണൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിന്, നമ്മുടെ രാജ്യത്തെ നമ്മുടെ കേന്ദ്ര സർക്കാരിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കും, അല്ലെങ്കിൽ വേണ്ട ഉപദേശങ്ങൾ കൊടുക്കും, അഡ്വൈസുകൾ കൊടുക്കും. ഗവൺമെൻറ് ഇന്ന കാര്യങ്ങൾ, കൺസ്യൂമേഴ്സിൻ്റെ ഇന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം, ഇന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കൂടുതൽ കിട്ടാനുണ്ട്, ഏതൊക്കെ തരത്തിലാണ് കൺസ്യൂമേഴ്സിനെ ബാധിക്കുന്ന വിഷയങ്ങൾ എന്നൊക്കെ ഇവർ പഠിക്കുകയും ഇവർ ആരെ ഉപദേശിക്കുകയും ചെയ്യും? ഗവൺമെൻറ്റുകളെ ഉപദേശിക്കുകയും ചെയ്യും. ദ റോൾ ഓഫ് ദീസ് കമ്മിറ്റീസ് ഈസ് ടു അഡ്വൈസ്. കണ്ട, The role of these committees is to advise the respective governments on matters related to consumer rights. കൺസ്യൂമർ റൈറ്റ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എന്ത് ചെയ്യുക? ആ റെസ്പെക്റ്റീവ് ഗവൺമെൻറ്റുകളെ അഡ്വൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഡിസ്ട്രിക്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലാണെങ്കിൽ ജില്ലാ പഞ്ചായത്തുകളെയും ഒക്കെ, സ്റ്റേറ്റ് കൺസ്യൂമർ ആണെങ്കിൽ അതത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ, നാഷണൽ കൺസ്യൂമർ ആണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിനെ വേണ്ട കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട, റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതിൻ്റെ എന്താ പറയുക, ഉപദേശങ്ങൾ നൽകുക എന്നുള്ളതാണ്. വേരിയസ് ടൈപ്സ് ഓഫ് ഫ്രോഡ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് മെത്തേഡ്സ് ടു ബി അപ്രോച്ച് ടു റിസോൾവ് ദ. നമുക്ക് നമ്മുടെ രാജ്യത്ത് നമ്മൾ പലതരത്തിൽ പറ്റിക്കപ്പെടാറുണ്ട്, ഫ്രോഡ് പരിപാടികളിൽ പെട്ടുപോകാറുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ രീതിയിൽ, ഏതൊക്കെ മെത്തേഡുകൾ വഴി നമുക്ക്, ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ, ഏതൊക്കെ മെത്തേഡുകൾ വഴി നമുക്ക് എന്ത് ചെയ്യാം? ഇത്തരം ഫ്രോഡ് കാര്യങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം, അതിനെ അപ്രോച്ച് ചെയ്യാം, റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് അത്തരത്തിലുള്ള ചില, നമുക്ക് ഓരോ പ്രശ്നങ്ങളും ഓരോന്നിൻ്റെ കീഴിലായിരിക്കുമല്ലോ. അപ്പോൾ ചിലപ്പോൾ എഡ്യൂക്കേഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രോഡിലായിരിക്കും പെട്ടിട്ടുണ്ടായിരിക്കുക, ചിലപ്പം ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രോഡ് പരിപാടികളിലായിരിക്കാം പെട്ടിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഓരോ മേഖലയിലും നമ്മൾ പറ്റിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് പ്രധാനമായിട്ടും നമ്മൾ കംപ്ലൈൻറ്റുകളായിട്ട് പോകേണ്ടത്, അല്ലെങ്കിൽ ഏത് ത്രൂ ആണ് നമ്മൾ പോകേണ്ടതെന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഫ്രോഡ്സ് റിലേറ്റഡ് ടു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നിങ്ങളുടെ പഠിക്കുന്ന സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടി പോയി അവിടെ നിങ്ങൾ പറ്റിക്കപ്പെട്ടു എന്നുണ്ടെങ്കിൽ, അവർ വേണ്ട ഓഫർ ചെയ്ത കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അവിടെ പോകാവുന്ന പല സ്ഥാപനങ്ങളുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് UGC, അല്ലെങ്കിൽ AICTE, അല്ലെങ്കിൽ സ്റ്റേറ്റ് ബോർഡ്. UGC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ എന്നാണ് അതിനർത്ഥം. യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ, വിച്ച് മീൻസ് നിങ്ങൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കോളേജിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ രാജ്യത്തുള്ള ഹയർ എഡ്യൂക്കേഷൻ മുഴുവൻ, അതായത് കോളേജ് വിദ്യാഭ്യാസവും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തുള്ള യൂണിവേഴ്സിറ്റികളുടെ കീഴിലായിരിക്കുമല്ലോ കോളേജുകൾ, ഇതൊക്കെ വരുന്നത് നമ്മുടെ UGC, യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ്റെ കീഴിലാണ്. അപ്പം നിങ്ങളുടെ ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് കോളേജസ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ അത്തരം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുകയാണെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് UGCയിൽ കംപ്ലയിൻറ്റ് ചെയ്യാം. AICTEയിൽ, അതായത് AICTE എന്ന് പറയുമ്പോൾ ഓൾ ഇന്ത്യ എന്താ പറയുക, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ ആം നോട്ട് ഷുവർ.
ഒന്നെങ്കിൽ ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, ഒന്നെങ്കിൽ എഞ്ചിനീയറിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ടീച്ചർ എഡ്യൂക്കേഷൻ ആയിരിക്കാം. എന്തായാലും നിങ്ങൾ ഒരു എന്താ പറയുക, എനിക്ക് തോന്നുന്നത് AICTE, എനിക്ക് തോന്നുന്നത് ഈ ടീച്ചർ എഡ്യൂക്കേഷൻ ആണെന്ന് തന്നെയാണ്. അപ്പം അത്തരത്തിൽ നിങ്ങൾ ഒരു BEd മറ്റു കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പ്രശ്നങ്ങൾ നേരിടുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ പോവാം, ഈ പറയുന്ന ഈ AICTEയിൽ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കാം എന്നാണ് പറയുന്നത്. ക്ഷമിക്കണം, AICTE എന്ന് പറയുന്നത് ഞാനൊന്ന് ചെക്ക് ചെയ്തു, AICTE ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷനാണ് കേട്ടോ, സോറി, മൈ മിസ്റ്റേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന AICTE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷനാണ്. അതായത് നിങ്ങൾക്ക് എൻജിനീയറിംഗ് പോലത്തെ കോഴ്സുകളാണ് പഠിക്കുന്നത്, നിങ്ങൾ ഡിപ്ലോമ പോലത്തെ കോഴ്സുകളാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് കംപ്ലൈൻറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് AICTEയിൽ ബന്ധപ്പെടാം. അല്ലെങ്കിൽ പിന്നെ സ്റ്റേറ്റ് ബോർഡിൽ, അതായത് ഏത് സ്റ്റേറ്റിൻ്റെ കീഴിലാണോ നിങ്ങൾ പഠിക്കുന്നത് അവിടെ ഡയറക്റ്റ് ആ സ്റ്റേറ്റ് ബോർഡുകളിൽ നിങ്ങൾക്ക് പരാതികൾ കൊടുക്കാം. അല്ലെങ്കിൽ അപ്രോച്ച് കൺസ്യൂമർ ഫോറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണോ നമ്മളിപ്പോൾ 3 കൺസ്യൂമർ ഫോറങ്ങൾ പഠിച്ചല്ലോ, ഡിസ്ട്രിക്ട് കൺസ്യൂമറും സ്റ്റേറ്റ് കൺസ്യൂമറും നാഷണൽ കൺസ്യൂമറും. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് പോകാം. ലോഡ്ജ് എ കംപ്ലൈൻറ്റ് വിത്ത് ദ പോലീസ്, നിങ്ങൾക്ക് പോലീസിൽ പരാതിപ്പെടാം. കോൺടാക്ട് ദ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, നിങ്ങൾക്ക് വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി കൊടുക്കാം. ഓക്കെ, പക്ഷെ നമ്മുടെ രാജ്യത്ത് ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ കോടതിയിൽ പോവുക എന്നുള്ളത് തന്നെയാണ്. അതായത് അപ്രോച്ച് കൺസ്യൂമർ ഫോറം, അതിൽ പോവുക എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ട് നീറ്റ് റിലേറ്റഡ് ആയിട്ടൊരു പ്രശ്നം വന്നിട്ട് ജന്തർ മന്ദറിൽ നമ്മുടെ പല സുഹൃത്തുക്കളും അല്ലെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള പല ജൻസികളൊക്കെ പോയിട്ടാണ് അവിടെ ഒരു മന്ത്രിയോട് പരാതി പറഞ്ഞു, നീറ്റിൻ ചോദ്യപേപ്പർ ചോർന്നിരിക്കുന്നു, NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന പരീക്ഷകളെല്ലാം പേപ്പർ ലീക്കാവുകയാണ്, കൃത്യസമയത്ത് പരീക്ഷ നടത്തിയിട്ട് ഇതുവല്ല റിസൾട്ട് വരുത്തുന്നില്ല. ഇങ്ങനെ ഒരുപാട് പരാതികൾ നമ്മൾ പറഞ്ഞു. ഈ പരാതികൾ പറഞ്ഞിട്ടും മാറ്റമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ മന്ത്രി രാജിവെക്കണം, ആ എഡ്യൂക്കേഷണൽ മിനിസ്റ്റർ രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ട് സമരം ചെയ്യേണ്ടി വന്നു, ദിവസങ്ങളോളം മാസങ്ങളോളം. അപ്പോൾ ഇതാണ് നമ്മുടെ രാജ്യത്തെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ. അത് വേറെ കാര്യം. എനിവേ നമുക്ക് ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, കോടതിയിൽ പോകുക എന്നുള്ളത് തന്നെയാണ്. അടുത്തത് ഹെൽത്ത് കെയർ ഫ്രോഡ്സ്. അതായത് നിങ്ങൾക്ക് എന്താണ് നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ഉള്ള വിഷയങ്ങൾ, ആരോഗ്യ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളിലാണെങ്കിൽ നിങ്ങൾ എവിടെയാണ് കംപ്ലയിൻറ്റ് ചെയ്യേണ്ടത്, അതായത് ഹോസ്പിറ്റൽസിനെതിരെ എവിടെയാണ് കംപ്ലയിൻറ്റ് ചെയ്യേണ്ടത്, ഡോക്ടേഴ്സിനെതിരെയൊക്കെ. ഫയൽ എ കംപ്ലയിൻറ്റ് ത്രൂ ദ ഗ്രീവൻസ് പോർട്ടൽ ഓഫ് ദ സ്റ്റേറ്റ് നാഷണൽ മെഡിക്കൽ കൗൺസിൽ. അതായത് നമ്മുടെ രാജ്യത്ത് മെഡിക്കൽ കൗൺസിലുകളുണ്ട്, അതായത് ആരോഗ്യ കാര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക വിഭാഗമുണ്ട്. അവർക്കൊരു ഗ്രീവൻസ് പോർട്ടലുണ്ട്. ഗ്രീവൻസ് പോർട്ടൽ എന്ന് പറഞ്ഞാൽ പരാതികൾ സമർപ്പിക്കാനുള്ള, പരാതികൾ നമുക്ക് ഓൺലൈനായിട്ട് സമർപ്പിക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. അത് സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലുകളിലും സ്റ്റേറ്റിൻ്റെ കീഴിലുമുണ്ട്, നാഷണലിൻ്റെ കീഴിലുമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഗ്രീവൻസ് പോർട്ടൽ, സ്റ്റേറ്റിൻ്റെയും നാഷണലിൻ്റെയും മെഡിക്കൽ കൗൺസിലിൻ്റെ ഗ്രീവൻസ് പോർട്ടലുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പരാതികൾ നിങ്ങൾക്ക് കൊടുക്കാം. കംപ്ലയിൻറ്റ് വിത്ത് എ റിപ്പോർട്ട് ടു ഡയറക്ടർ ഓഫ് ഹെൽത്ത്. നമ്മുടെ ഹെൽത്ത് ഡയറക്ടർക്ക്, നമ്മുടെ സ്റ്റേറ്റിലും ഒരു ഹെൽത്ത് ഡയറക്ടർ ഉണ്ടായിരിക്കും, നാഷണലും സെൻട്രൽ ലെവലിലും ഒരു നമ്മുടെ രാജ്യത്ത് ഒരു ഡയറക്ടർ ഓഫ് ഹെൽത്ത് ഉണ്ടായിരിക്കും, ആരോഗ്യ സെക്രട്ടറി അല്ലെങ്കിൽ ആരോഗ്യ ഡയറക്ടർ ഉണ്ടായിരിക്കും. ഇവർക്ക് നമുക്ക് ഡയറക്റ്റ് മെയിൽ ചെയ്യാം അല്ലെങ്കിൽ പരാതി കൊടുക്കാം. ഫയൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ PIL ഇൻ ദ ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോർട്ട് ഫോർ സീരിയസ് ഹെൽത്ത് ഫ്രോഡ്സ്. അതായത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം മലയാളത്തിൽ പൊതു താല്പര്യ ഹർജി എന്നാണ്. പൊതു താല്പര്യ ഹർജി എന്താണ്? പൊതു താല്പര്യ ഹർജി, നിങ്ങൾ ഒരു പ്രശ്നം, ആ പ്രശ്നം ഒരു വ്യക്തിയെ മാത്രമല്ല, അതൊരു സമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തിയെ മാത്രമല്ല അത് സമൂഹത്തിനെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു വിഷയമാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ വിഷയത്തെ ഹൈക്കോർട്ടിലും സുപ്രീം കോടതിയിലും പരാതിയായിട്ട് ആ പ്രശ്നം, അത് ഒരു വ്യക്തിയെ മാത്രം ബാധിക്കുന്നവരോ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല, അത് മൊത്തത്തിൽ പബ്ലിക്കിനെ ബാധിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ അതിൻ്റെ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറയും. അതായത് പൊതു താല്പര്യ ഹർജിയാണ്, മൊത്തം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഹൈക്കോർട്ടിലോ സുപ്രീം കോടതിയിലോ കൊടുക്കാം. നമ്മുടെ താഴെയുള്ള കോടതികളിൽ സമർപ്പിക്കുന്നതിനേക്കാൾ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് PIL എവിടെ കൊടുക്കാം? സുപ്രീം കോടതിയിലും ഹൈക്കോർട്ടിലും കൊടുക്കാം. ഓക്കെ, അങ്ങനെയുള്ള സീരിയസ് ഹെൽത്ത് ഫ്രോഡുകളാണെങ്കിൽ അത് മൊത്തത്തിൽ ആളുകളെ ബാധിക്കുന്നതാണ്. അങ്ങനെ നമുക്ക്
പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻസ് ഫയൽ ചെയ്യാം ഹൈക്കോർട്ടിലും സുപ്രീം കോർട്ടിലും എന്നാണ് പറയുന്നത്. ഫയൽ എ കംപ്ലയിൻറ്റ് ത്രൂ ദ ആരോഗ്യ സേതു ആപ്പ്. ആരോഗ്യ സേതു ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പ് നമുക്കുണ്ട്. നിങ്ങൾ കൊറോണ സമയത്തൊക്കെ നിങ്ങൾ ഈ വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ആരോഗ്യ സേതു ആപ്പ് വഴിയാണ് പോയിരുന്നത്. അപ്പോൾ അവിടെയും നിങ്ങൾക്ക് ഈ ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉണ്ടാകുന്ന ഹോസ്പിറ്റലുകൾ ഡോക്ടേഴ്സിനെതിരെയൊക്കെയുള്ള കംപ്ലയിൻറ്റുകൾ ലോഡ്ജ് ചെയ്യാവുന്നതാണെന്നാണ് പറയുന്നത്. അടുത്ത് ഫ്രോഡ്ലൻ ഓഫേഴ്സ് ഓഫ് ജോബ്സ് അബ്രോഡ്. വിദേശത്ത് അബ്രോഡിൽ ജോബുകൾ ഓഫർ ചെയ്തുകൊണ്ട് ജോലി വാഗ്ദാനം നൽകിയിട്ട് തട്ടിപ്പുകൾ നടത്തുക. അതിനെതിരെ എവിടെയാണ് നമ്മൾ കംപ്ലയിൻറ്റ് കൊടുക്കുക? അവിടെ ക്യാൻ കംപ്ലയിൻറ്റ് ത്രൂ ദ പ്രൊട്ടക്ടറേറ്റ് ഓഫ് എമിഗ്രൻസ് POE എന്ന് പറയും. പ്രൊട്ടക്ടറേറ്റ് ഓഫ് എമിഗ്രൻസ്. പ്രൊട്ടക്ടറേറ്റ് ഓഫ് എമിഗ്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പുറത്തേക്ക്, അതായത് നമ്മുടെ രാജ്യത്തിന് പുറത്തേക്ക് നമ്മൾ പോകുന്നതിനെയാണ് എമിഗ്രേഷൻ എന്ന് പറയാം. ആ എമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ട് നമ്മുടെ രാജ്യത്തിന് പുറത്തേക്ക് പോകുന്നതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത്തരം കാര്യങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ട്? നമുക്ക് പ്രൊട്ടക്ടറേറ്റ് ഓഫ് എമിഗ്രൻസ് ഉണ്ട്. അപ്പം വിദേശത്ത് ജോലി ഓഫർ ചെയ്തിട്ടുണ്ട്, നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളുടെ രാജ്യത്തിന് പുറത്തുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ ഇവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങളുടെ എന്താ പറയുക അതിൻ്റെ റിലയബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ പരാതികൾ ഈ പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസിൽ സമർപ്പിക്കാം. അല്ലെങ്കിൽ എ കേസ് ക്യാൻ ബി ഫയൽഡ് അണ്ടർ IPC സെക്ഷൻ 420. IPC 420 പ്രകാരം നിങ്ങൾക്കൊരു കേസ് കൊടുക്കാം. പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, നമ്മുടെ രാജ്യത്ത് IPC അല്ല. IPC എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പീനൽ കോഡാണ്. ഇന്ത്യൻ പീനൽ കോഡ്, അതായത് ഇന്ത്യൻ എന്താ പറയുക, നമ്മുടെ ഇത്രയും കാലം ഉണ്ടായിരുന്നത് ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറഞ്ഞ സെറ്റപ്പായിരുന്നു. ഇപ്പോൾ അത് മാറി BNS ആയിട്ട്, ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്നത്. അപ്പം IPC നമ്മൾ സിനിമകളിൽ മാത്രമേ കേൾക്കുള്ളൂ, പഴയ സിനിമകളിൽ. ഇപ്പോൾ നമ്മളെല്ലാം BNS, ഭാരതീയ ന്യായ സംഹിത എന്നുള്ള ഒരു BNS എന്നൊക്കെയുള്ള പറയുന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ സെക്ഷനും മാറിയിട്ടുണ്ട്. 420 ഒന്നല്ല, ഇപ്പോൾ BNSൻ്റെ കീഴിൽ വേറെ സെക്ഷനാണ് വരുന്നത്. അപ്പോൾ അത് പ്രകാരം നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം. പോലീസിലും അതുപോലെ തന്നെ കോടതിയിലൊക്കെ കംപ്ലയിൻറ്റ് ചെയ്യാം. ഇഫ് യു വേർ സ്കാംഡ് ആഫ്റ്റർ അറൈവിങ് അറ്റ് ദ ഫോറിൻ കൺട്രി യു ക്യാൻ ലോഡ്ജ് എ കംപ്ലയിൻറ്റ് വിത്ത് ദ ഇന്ത്യൻ എംബസി ഓർ ഹൈ കമ്മീഷൻ. ഇനി നിങ്ങളൊരു എന്താ പറയുക, വേറൊരു രാജ്യത്തിലെത്തിയതിന് ശേഷമാണ്, ആഫ്റ്റർ അറൈവിങ് അറ്റ് ഫോറിൻ കൺട്രി, നിങ്ങൾ ആ വേറൊരു വിദേശ രാജ്യത്ത് എത്തിയതിന് ശേഷമാണ് നിങ്ങൾക്ക് ഇത്തരത്തിലൊരു കൺസ്യൂമർ പ്രശ്നം വരുന്നതെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളെല്ലാം സപ്പോർട്ടും ചെയ്യും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാജ്യത്തുനിന്ന് പോയതാണ്, പക്ഷെ അവിടെ എത്തിയിട്ട് ആരുമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ എംബസിയിലും ഹൈ കമ്മീഷനിലും പരാതിപ്പെടാം. എന്താണ് ഇന്ത്യൻ എംബസി, ഹൈ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ രാജ്യത്തും, ഇന്ത്യക്ക് പുറത്തുള്ള ഓരോ രാജ്യത്തും, ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഇന്ത്യയുടെ എംബസികളുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് എംബസികൾ നമ്മൾ വേറെ രാജ്യങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്നത്? ഇന്ത്യക്കാരായിട്ടുള്ള മനുഷ്യർ, ഇന്ത്യൻ സിറ്റിസൺസിനെയാണല്ലോ, അവർ വേറെ രാജ്യത്ത് ജോലി ആവശ്യാർത്ഥമോ പഠന ആവശ്യാർത്ഥമോ അങ്ങനെ പല ആവശ്യങ്ങൾക്കും പോകും. അപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള ആളുകൾ വിദേശത്തേക്ക് പോകുമ്പോൾ നമ്മൾക്ക് അവിടെ പല പ്രശ്നങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്നത് ഇന്ത്യൻ എംബസി ആയിരിക്കും, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഹൈ കമ്മീഷൻ ആയിരിക്കും. ഓക്കെ, അപ്പം ഇപ്പോൾ കൊറോണ വന്നു, വിദേശത്തുള്ള ആളുകളൊക്കെ ഇന്ത്യയിലേക്ക് നമ്മൾ എത്തിച്ചു, വിദേശത്തു നിന്നുള്ള ആൾക്കാരൊക്കെ നമ്മൾ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിച്ചു. അത് ഹൈ കമ്മീഷനും ഇന്ത്യൻ എംബസിയും ഇടപെട്ടിട്ടാണ്. അല്ലെങ്കിൽ വേറൊരു രാജ്യത്ത് യുദ്ധം വരുന്നു, അപ്പം ആ യുദ്ധത്തിൽ നമ്മളെ പൗരന്മാർ കൊല്ലപ്പെടാൻ പാടില്ല, അപകടം പറ്റാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്കാരെ സുരക്ഷിതമായിട്ട് ഇന്ത്യ എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് എത്തിക്കും. അപ്പോൾ ഇന്ത്യൻ എംബസിയാണ് നമുക്ക് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് അവിടെ മറ്റ് രാജ്യങ്ങളിൽ. അതുപോലെ മറ്റ് രാജ്യങ്ങളുടെ എംബസികൾ നമ്മുടെ രാജ്യത്തും നിൽക്കാറുണ്ട്. അവരുടെ പൗരന്മാർ ഇവിടെ വരും, ഇവർക്ക് ഇവിടെ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇവർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ എംബസികളാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഒരു രാജ്യത്ത് നമ്മളുടെ തന്നെ സ്പേസ് ഉണ്ടായിരിക്കും, അതിനെയാണ് എംബസി എന്ന് പറയുക, അല്ലെങ്കിൽ ഹൈ കമ്മീഷൻ. നിങ്ങൾ ഫഹദ് ഫാസിലിൻ്റെ ടേക്ക് ഓഫ് സിനിമ ഉണ്ടായിരിക്കും, ഈ പറയുന്ന അതിൽ ഒരു ഹൈ കമ്മീഷൻ ഇടപെടുകയാണ്, ഇന്ത്യൻ എംബസി ഇടപെടുകയാണ്. ഒരു IFS ഉദ്യോഗസ്ഥൻ, ഇന്ത്യൻ ഫോറിൻ സർവീസിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് ഫഹദ് ഫാസിൽ. അതിൽ എന്താ ചെയ്യുന്നത്, അവിടെ നഴ്സുമാർ കുടുങ്ങി കിടക്കുകയാണ്, യുദ്ധമാണ്, അവരെ കൊല്ലുമെന്നുള്ള ഘട്ടത്തിലെത്തിയപ്പോൾ എന്താണ്, അവിടെ ഇന്ത്യൻ എംബസി ഏർപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. ക്യാൻ ഗെറ്റ് ടച്ച് വിത്ത് പ്രവാസി സഹായ കേന്ദ്ര. പിന്നെ മാത്രമല്ല, നിങ്ങൾക്ക് പ്രവാസി സഹായ കേന്ദ്ര എന്ന് പറഞ്ഞുള്ള ഒരു സംവിധാനമുണ്ട് നമുക്ക്. അതിൻ്റെ ഒരു ടോൾ ഫ്രീ നമ്പറൊക്കെ ഉണ്ട്, 1800 11 30 90 എന്ന് പറയുന്ന നമ്പറുണ്ട്. ഈ നമ്പറിൽ വിളിച്ചിട്ടും കംപ്ലയിൻറ്റ് പറയാം. ഇനി ഓൺലൈൻ ഫ്രോഡ് ആണെങ്കിലോ, ഓൺലൈനിലാണ് തട്ടിപ്പ് നടത്തുന്നതെങ്കിലോ, ഒരുപാട് തട്ടിപ്പുകൾ ഇന്ന്, സൈബർ ക്രൈമുകൾ ഇന്ന് ധാരാളം നടക്കുന്നുണ്ട് അല്ലേ? ഒരുപാട് സൈബർ ക്രൈമുകൾ നടക്കുന്നുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം.
നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ തലപ്പാവൊക്കെ ധരിച്ച ആൾക്കാരൊക്കെ ഡൽഹി പോലീസ് എന്നൊക്കെയാണെന്ന് പറഞ്ഞിട്ട് വരും. അല്ലെങ്കിൽ ബാങ്കിങ് ഇടപാടുകൾ നടത്തുമ്പോഴൊക്കെ നമ്മുടെ സുരക്ഷ ബ്രീച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ തട്ടിയെടുക്കുക, അങ്ങനത്തെ പല, അല്ലെങ്കിൽ നമ്മുടെ നീക്ഡ് ഫോട്ടോസ് എന്ന പേരിൽ AI വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ, അങ്ങനെ ഓൺലൈനിൽ അല്ലെങ്കിൽ നമ്മൾ സാധനം വാങ്ങിയിട്ട് ഒക്കെ തട്ടും. സൈബർ ക്രൈമുകളുടെ ലോകമാണ്. അപ്പോൾ ഇത്തരത്തിൽ കൺസ്യൂമേഴ്സിന് ഏതെങ്കിലും തരത്തിൽ ഓൺലൈനിൽ പ്രശ്നം പറ്റുകയാണെങ്കിൽ, അതായത് നമ്മൾ പല ലിങ്കുകളിലൊക്കെ, ഇൻസ്റ്റഗ്രാമിലൊക്കെ പറഞ്ഞ പല ലിങ്കുകളിൽ കയറിയിട്ട് പല പ്രൊഡക്റ്റുകൾ വാങ്ങാൻ പൈസ കൊടുക്കും, പക്ഷേ പിന്നെ ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ അത്തരത്തിലാണെങ്കിൽ നമുക്ക് ഓൺലൈൻ ഫ്രോഡുകൾ തടയാൻ വേണ്ടിയിട്ട് കംപ്ലയിൻറ്റ് ടു സൈബർ സെൽ അറ്റ് cybercrime.gov.in, നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ cybercrime.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറിയിട്ട് സൈബർ ക്രൈം സെല്ലിൽ പോയിട്ട് നമുക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാം. cybercrime.gov.in എന്ന് പറഞ്ഞാൽ gov.in എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെൻറ് എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ അവിടെ സൈബർ സെല്ലിൽ പരാതി കൊടുക്കാം. റിപ്പോർട്ട് ടു CERT-IN എന്ന് പറഞ്ഞാൽ ഒരു പോർട്ടലാണ്. ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. നമ്മുടെ രാജ്യത്ത് ഈ ഹാക്കിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു CERT-IN എന്ന് പറയുന്ന ഒരു സജീവമായിട്ടൊരു ടീമുണ്ട്. അവരുടെ പോർട്ടലിലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കംപ്ലയിൻറ്റുകൾ രജിസ്റ്റർ ചെയ്യാം. സബ്മിറ്റ് എ കംപ്ലയിൻറ്റ് ത്രൂ ദ നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ ഓർ info@cert.in.org.in. നമുക്കൊന്നെങ്കിൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈനിൽ, നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈനിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ info@cert.in.org.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, പോർട്ടലിലും നമുക്ക് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാം. ഇനി അടുത്തത് ബാങ്കിങ് ഫ്രോഡുകൾ. ബാങ്കിങ് തട്ടിപ്പുകൾ നിരവധി നമ്മുടെ രാജ്യത്ത് എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. ഏറ്റവും ബെസ്റ്റ് പരിപാടി ബാങ്കിങ് തട്ടിപ്പുകൾ നടന്നു കഴിഞ്ഞാൽ, ഗൂഗിൾ പേയുടെ കാര്യമല്ല പറയുന്നത്, ബാങ്കിൻ്റെ കാര്യമാണ്. ഗൂഗിൾ പേ റിലേറ്റഡ് വിഷയങ്ങളിൽ ബാങ്കിൽ പോയിട്ടും വലിയൊരു കാര്യം ഉണ്ടാവില്ല. അപ്രോച്ച് ദ ബാങ്ക് ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം. അതായത് എല്ലാ ബാങ്കിലും ഒരു ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം ഉണ്ട്. അതായത് ബാങ്കുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കാൻ ഒരു സംവിധാനമുണ്ട്. അതാണ് അവിടുത്തെ ബാങ്ക് മാനേജർ. നിങ്ങൾ ഡയറക്റ്റായിട്ട് നിങ്ങളുടെ ബാങ്ക് മാനേജറെ പോയി കാണുക, ബ്രാഞ്ച് മാനേജർ, അല്ലെങ്കിൽ അവിടുത്തെ നിങ്ങളുടെ ബാങ്ക് ഏത് ബ്രാഞ്ചിലാണോ അവിടുത്തെ മാനേജറെ പോയി കാണുക, പരാതി പറയുക. If the bank does not respond within 30 days, you can approach the RBI Ombudsman. 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ബാങ്കിലെ മാനേജറെ കണ്ടു, പരാതി കൊടുത്തു, നിങ്ങളുടെ ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് 30 ദിവസത്തിനുള്ളിൽ യാതൊരു തരത്തിലുള്ള ഒരു റെസ്പോണ്ടും ഒരു പ്രതികരണവും ഇല്ലെങ്കിൽ, എന്താണ് സംഭവിച്ചതെന്നുള്ള പറ്റിയിട്ട് എങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് നേരെ എവിടെ പോവാം, RBI ഓംബുഡ്സ്മാൻ്റെ അടുത്ത് പോവാം. RBI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സുപ്രീം കോടതി പോലെയാണ് ബാങ്കിങ് മേഖലയിൽ RBI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. RBI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫിനാൻഷ്യൽ കാര്യത്തിൻ്റെയും നമ്മുടെ അവസാന വാക്കാണ്. ഇന്ത്യയിൽ നമ്മുടെ എല്ലാ എന്താ പറയുക, ബാങ്കിങ് കാര്യങ്ങളുടെയും ഒരു അപ്പെക്സ്, അല്ല ഏറ്റവും ടോപ്പ് ലെവൽ, നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ബാങ്കുകളെയും എല്ലാ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെയും നിയന്ത്രിക്കുന്നത് RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നമുക്ക് അവിടെ ഒരു ഓംബുഡ്സ്മാൻ ഉണ്ടായിരിക്കും. ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗവൺമെൻറ് ഒഫീഷ്യലാണ്. കംപ്ലയിൻറ്റുകൾ സ്വീകരിക്കാനൊക്കെ സ്വീകരിച്ച് പരാതികൾ കേൾക്കാനും ഒക്കെയുള്ള ഒരു വ്യക്തിയാണ്, ഒരു ഗവൺമെൻറ് ഒഫീഷ്യലിനെ വിളിക്കുന്നവരെ ഓംബുഡ്സ്മാൻ. അപ്പോൾ RBIയിലെ ഓംബുഡ്സ്മാൻ പരാതികൾ കേൾക്കുന്ന ആളടുത്ത് പോയിട്ട് നിങ്ങൾക്കിത് ഡയറക്റ്റ് പറയാം. എപ്പോൾ നിങ്ങളുടെ ബാങ്കിൽ നിന്ന് 30 ദിവസമായിട്ടും റെസ്പോൺസ് ഒന്നും കിട്ടിയില്ലെങ്കിൽ. ബാങ്കിങ് ഓംബുഡ്സ്മാൻ ടോൾ ഫ്രീ നമ്പർ 14448 എന്നതാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ്റെ ടോൾ ഫ്രീ നമ്പർ. അതിലേക്ക് വിളിച്ച് പറയാം. അല്ലെങ്കിൽ cgmbank@rbi.org.in എന്നുള്ള പോർട്ടലിൽ നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് ഇനി കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യേണ്ടത്? ഹൗ ടു ഫയൽ കംപ്ലയിൻറ്റ്സ്? ഇഫ് എ കൺസ്യൂമർ ഈസ് ചീറ്റഡ് or he or she can file a complaint with the respective office or consumer court. നിങ്ങൾക്ക് ആ ഓഫീസിൽ, നിങ്ങൾ ഏതുമായി റിലേറ്റ് ചെയ്തിട്ടാണ് വിഷയമാണെങ്കിൽ ഡയറക്റ്റ് ആ ഓഫീസിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺസ്യൂമർ കോർട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം. പേഴ്സൺസ് വിത്ത് ഗ്രീവൻസ് can write a detailed complaint on a white paper and submit it directly to the Consumer Dispute Redressal Court along with the supporting documents as evidence. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള തെളിവുകൾ, ഞങ്ങൾ ഈ സ്ഥാപനത്തിൽ നിന്ന് ഇന്ന സാധനം വാങ്ങിച്ചു, അല്ലെങ്കിൽ ഇന്ന സ്ഥാപനത്തിൽ നിന്ന് ഇന്ന സർവീസ് വാങ്ങിച്ചു,
എനിക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് കാണിക്കുന്ന നിങ്ങളുടെ ഗ്രീവൻസ്, നിങ്ങളുടെ പരാതി നിങ്ങൾക്ക് റൈറ്റ് എ ഡീറ്റെയിൽഡ് കംപ്ലയിൻറ്റ് ഓൺ എ വൈറ്റ് പേപ്പർ, ഒരു വെള്ളക്കടലാസിൽ ഒരു A4 ഷീറ്റിൽ എഴുതുക. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട തെളിവുകളും നിങ്ങൾ ഈ സ്ഥാപനത്തിൽ നിന്നാണ് വാങ്ങിച്ചത് എന്ന് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന തെളിവുകൾ, ആ തെളിവുകൾ കൂടി വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ പോലെ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കോർട്ടുകളിൽ, ജില്ലാ കോടതിയിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്റ്റേറ്റ് കൺസ്യൂമർ റിഡ്രസൽ കോർട്ടിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് കംപ്ലയിൻറ്റ്, അത് നിങ്ങൾക്ക് കംപ്ലയിൻറ്റിൻ്റെ ഒരു 1 crore 10 കോടിയുടെ ഇടയിലുള്ളതാണോ 10 കോടിയുടെ മേലെയുള്ള, അതനുസരിച്ച് നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ കംപ്ലയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഒരു വെള്ളക്കടലാസിൽ പരാതി സമർപ്പിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ. ഇൻസിസ്റ്റിംഗ് ഓൺ ബിൽസ് അറ്റ് ദ ടൈം ഓഫ് പർച്ചേസ് അസ്യൂം സിഗ്നിഫിക്കൻസ് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ്. ഇതുകൊണ്ടാണ്, ഇങ്ങനെ എവിഡൻസ് വെച്ചുകൊണ്ടാണ് നിങ്ങൾ കംപ്ലയിൻറ്റ് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എന്ത് വാങ്ങിക്കുമ്പോഴും ബില്ല് വാങ്ങിക്കണം എന്ന് പറയുന്നത്. ബില്ലുണ്ടെങ്കിൽ ഒരു തെളിവായി ഞാൻ ഈ സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിച്ചതാണെന്ന്. ബില്ലില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ബില്ല് വാങ്ങിക്കാതിരുന്ന് ബില്ല് കളഞ്ഞു പോയാലും വലിയ ബുദ്ധിമുട്ടാണ്. കാര്യം നേരെ ആ സ്ഥാപനത്തിന് പറയാം ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിച്ചതല്ല, അല്ലെങ്കിൽ പിന്നെ അവരുടെ എംബ്ലമോ അവരുടെ വാങ്ങിച്ചതിന് എന്തെങ്കിലും ഒരു തെളിവ്, അവരുടെ ആ പ്രൊഡക്റ്റിൻ്റെ ബാക്കിൽ അവരുടെ സീലോ എന്തെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ അവരുടെ CCTV ഒക്കെ കൊടുക്കേണ്ടി വരും. CCTV ഒക്കെ അവർ കൊടുത്താൽ കൊടുത്തു. എനിവേ, കൺസ്യൂമേഴ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ പരാതി കൊടുത്താൽ ഒരു 90% കേസുകളിലും കൺസ്യൂമേഴ്സിന് അനുകൂലമായിട്ടാണ് വിധി വന്നിട്ടുള്ളത്. നമ്മുടെ ഹിസ്റ്ററി അങ്ങനെയാണ്. കൺസ്യൂമേഴ്സ് ജെനുവിനായിട്ട് അവരെ പ്രൂവ് ചെയ്ത് ഞങ്ങൾ പറ്റിക്കപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റിക്കഴിഞ്ഞാൽ, തെളിയിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, നഷ്ടപരിഹാരമടക്കം നമുക്ക് പോയതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട്. സോ ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.